പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞയാഴ്ച എറണാകുളം ഗവൺമെൻറ് UPS ഫോർ ഗേൾസിലെ കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് നിങ്ങൾ കേട്ടത്. അതിൻ്റെ അവസാന ഭാഗം ഇന്ന് കേൾക്കാം. ആദ്യം ഒരു ലളിതഗാനമാണ്. പാടുന്നത് ചിലങ്ക S. പാടുമി പാട്ടിൻ്റെ രാഗഭാവങ്ങളെ നിങ്ങൾ പാടിയുണർത്തുമീ രാഗതലങ്ങളിൽ ആരാമമുണരാതെ വരുമോ പാടുമി പാട്ടിൻ്റെ രാഗഭാവങ്ങളെ. നീർമാതളം പൂക്കും നിളയുടെ സംഗീതം പ്രണയനിലാവിൻ്റെ ലയതാളം. നീർമാതളം പൂക്കും നിളയുടെ സംഗീതം പ്രണയനിലാവിൻ്റെ ലയതാളം. എത്രയോ ഭാവങ്ങൾ ഏതോ രാഗം ഇനിയും തരുമോ വരമായി. എത്രയോ ഭാവങ്ങൾ ഏതോ രാഗം ഇനിയും തരുമോ വരമായി. ഏതോ പാടുമി പാട്ടിൻ്റെ രാഗഭാവങ്ങളെ. നീലാകാശത്തിൻ നിറമാല കോർക്കുമീ താരകക്കുഞ്ഞിൻ്റെ മൃദുതാളം. നീലാകാശത്തിൻ നിറമാല കോർക്കുമീ താരകക്കുഞ്ഞിൻ്റെ മൃദുതാളം. എത്രയോ ഭാവങ്ങൾ ഏതോ രാഗം നിറയും ഹൃദയം തരുമോ നീ. എത്രയോ ഭാവങ്ങൾ ഏതോ രാഗം നിറയും ഹൃദയം തരുമോ നീ. ഏതോ പാടുമി പാട്ടിൻ്റെ രാഗഭാവങ്ങളെ നിങ്ങൾ പാടിയുണർത്തുമീ രാഗതലങ്ങളിൽ ആരാമമുണരാതെ വരുമോ. ഏതോ പാടുമി പാട്ടിൻ്റെ രാഗഭാവങ്ങളെ. ഇനി കഥാപ്രസംഗം. അവതരണം ആരാധ്യ S. തബല അനഘ വിജി, ഹാർമോണിയം ശ്രീനന്ദ KS, തമ്പൂരിൻ ദേവനന്ദ രാധാകൃഷ്ണൻ, സിംബൽ
രക്ഷ രാകേഷ്. കഥാരചന ചിഞ്ചു ബി കൃഷ്ണ. സദസ്സിന് വന്ദനം. ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്ന കഥ ശ്രീ കുമാരൻ ആശാന്റെ ചണ്ഡാല ഭിക്ഷുകി എന്ന കവിതയുടെ സ്വതന്ത്രാവിഷ്കാരം. ഈ കഥ നടക്കുന്നത് അങ്ങ് ഉത്തര ഹിന്ദുസ്ഥാനിലെ ശ്രാവസ്തിക്കടുത്തുള്ളൊരു ഊരിലാണ്. വേനലിൽ ചുട്ടുപഴുത്തു നിൽക്കുന്നൊരു ഉച്ച സമയം. സമസ്ത ജീവജാലങ്ങളെയും ആ കൊടും വേനൽ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. അതാ ആ ഗ്രാമപാതയിലൂടെ അവശനായ ഒരാൾ നടന്നു വരികയാണ്. തലമുണ്ടനം ചെയ്ത് കയ്യിൽ ഭിക്ഷാപാത്രവുമേന്തി ഒരു മഞ്ഞ വസ്ത്രധാരി. ആകെ രൂപം ബുദ്ധ ഭിക്ഷു തന്നെ. അതാ ഒരു ചണ്ഡാല സ്ത്രീ പൊള്ളുന്ന വെയിലിൽ തിളങ്ങി അരയിൽ മൺകുടവുമേന്തി അവൾ വരികയാണ്. അവളുടെ പേര് മാതങ്കി. അമ്പിളിയാണവൾ, സുന്ദരിയാണവൾ, കാർവർണ്ണ നിറമാർന്ന മാതങ്കി. ഏത് കാലത്തും വറ്റാത്തൊരു ജലാശയം അതുമാത്രമാണ്. കിണറ്റിലേക്ക് പാളപായിച്ച് മെല്ലെ വെള്ളമെടുത്ത് തൻ്റെ മൺകുടം നിറയ്ക്കുകയാണവൾ. ആ മൺകുടത്തിൽ നിറയുന്ന തണ്ണീർ വെയിലേറ്റു കണ്ണുകൾ ചിമ്മുന്ന പോലെ മിന്നിത്തിളങ്ങി തുടിച്ചിടുന്നു, മാറ്റത്തിനലയായി ഉയർന്നിടുന്നു. തൊണ്ട വരണ്ടു നിന്ന ആ ബുദ്ധഭിക്ഷു തികഞ്ഞ പ്രതീക്ഷയോടെ അവൾ കരികിലേക്ക് ചെന്നു. തൻ്റെ കൈക്കുമ്പിൾ അവൾക്കു നേരെ നീട്ടി. ചണ്ഡാല സ്ത്രീയായ മാതങ്കിക്ക് ആ നിമിഷം വിശ്വസിക്കാനേ കഴിഞ്ഞതില്ല. കാരണം തൊട്ടുകൂടായ്മയിലും തീണ്ടിക്കൂടായ്മയിലും മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ ഭയം നോടിയൊളിക്കേണ്ടി വന്ന ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു അവളും. ആ ബുദ്ധഭിക്ഷുവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ നടുങ്ങി നിന്നതിൽ ആശ്ചര്യം തെല്ലും തോന്നാനില്ല. അവൾ പറഞ്ഞു, അങ്ങ് എന്താണ് ഈ പറയുന്നത്? കൊടിയ ദാഹം കൊണ്ട് അങ്ങ് ജാതി മറന്നുപോയോ? ഞാനൊരു ചണ്ഡാല സ്ത്രീയാണ്, ഗ്രാമത്തിന് പുറത്ത് താമസിക്കുന്ന ചാമ്പർ നായകന്റെ മകൾ. ഞാൻ എൻ്റെ കൈകൊണ്ട് അങ്ങക്ക് എങ്ങനെയാണ് വെള്ളം തരിക? അത് കൊടിയ പാപമല്ലേ? ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ. പിന്നെ ഒന്നും പറയാൻ അവൾക്ക് കഴിഞ്ഞതേയില്ല. ആ സുന്ദരനായ ബുദ്ധഭിക്ഷുവിൻ്റെ പൂവുകൾ പോലത്തെ കൈകളിലേക്ക് അവൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തു. അവളുടെ ഉള്ളിലെ മാറ്റത്തെ അദ്ദേഹം സ്നേഹത്തോടെ നോക്കി നിന്നു. ദാഹമകറ്റിയ ബുദ്ധഭിക്ഷു അവളെ ആശീർവദിച്ച് ആ പേരാലിൻ ചുവട്ടിൽ ധ്യാന നിമഗ്നനായിരുന്നു. മാതങ്കി തൻ്റെ നിറകുടവുമെടുത്ത് പോകാനൊരുങ്ങി. എന്തോ അവൾക്ക് ആ നിമിഷത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ കഴിഞ്ഞതേയില്ല. ആ പൂമുഖത്തെ തെല്ലൊന്നു നോക്കി പിരിയാൻ മടിക്കും മനസ്സുമായി ആ പെൺകൊടി മെല്ലെ മെല്ലെ നടന്നു, പിരിയാൻ മടിക്കും മനസ്സുമായി. തൻ്റെ കുടിലെത്തിയിട്ടും സുന്ദരനായ ആ ബുദ്ധഭിക്ഷുവിൻ്റെ ഓർമ്മകൾ അവൾക്കുള്ളിൽ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരുന്നു. ആ രാത്രി അവൾക്കുറങ്ങാനേ കഴിഞ്ഞതില്ല. ഒടുവിൽ പുലർക്കാല രശ്മികൾ ഭൂമിയിലേക്ക് ഇറങ്ങിത്തുടങ്ങി. ഇനിയും കഴിയില്ല, തെല്ലും കഴിയില്ല, വിങ്ങുന്ന മനവുമായി നാളു നീക്കാൻ മാനവർ നാം എല്ലാം എന്നു പഠിപ്പിച്ച തേജസ്സിനെ തേടി അവളിറങ്ങി. അവൾ വീട് വിട്ടിറങ്ങി. ആദ്യം ചെന്നത് ആ പേരാലിൻ ചുവട്ടിലേക്കാണ്. വഴിപോക്കർ പറഞ്ഞുകൊടുത്ത മാർഗേണ അവൾ പരിശുദ്ധമായ ബുദ്ധ സന്നിധിയിലേക്കാണ് എത്തിച്ചേർന്നത്. ഇതുവരെ കാണാത്ത കാഴ്ചകൾ കണ്ടവൾ ആ ബുദ്ധ ആശ്രമാങ്കണത്തിൽ ചിറകു വിടർത്തി പറക്കുന്ന ശലഭങ്ങൾ, പൂക്കളും വൃക്ഷലതാദികളും പാപങ്ങൾ പോലും അലിഞ്ഞു പോകുന്ന ബുദ്ധസന്നിധിയിലേക്കാണ് അവൾ എത്തിച്ചേർന്നത്. മന്ദിരത്തിനുള്ളിലെ ഭിക്ഷുക്കളിൽ നിന്ന് അവൾ തിരിച്ചറിഞ്ഞ സത്യങ്ങൾ വിശ്വസിക്കാനാകാതെ ചലനമില്ലാതെ നിന്നുപോയി. അവളുടെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ അടർന്നു വീണു. ഭിക്ഷുക്കൾ സർവഗുരുവായ ശ്രീബുദ്ധന്റെ മന്ദിരത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി. മണിമണ്ഡപത്തിന്റെ മുന്നിൽ തേജസ്വരൂപൻ ശ്രീബുദ്ധനെ കണ്ട് അവൾ ആശ്ചര്യപ്പെട്ടു. ശ്രീബുദ്ധൻ അവളോട് പറഞ്ഞു, മകളെ,
നീ വന്നത് നന്നായി. ബുദ്ധന്റെ വിലപ്പെട്ട ധർമ്മോപദേശം സ്വീകരിച്ച് മാതങ്കി മന്ദിരത്തിൽ ഭിക്ഷുകിയായി താമസിച്ചു. തലമുണ്ടനം ചെയ്ത് പീതവസ്ത്രം ധരിച്ച് കാട്ടുകല്ലിനാൽ തീർത്ഥമാലയും പൊട്ടിച്ച് കയ്യിൽ ചിരിക്കുന്ന വളകളെറിഞ്ഞ് ബുദ്ധഭിക്ഷുകിയായവൾ മാതങ്കി. സ്നേഹം നിറഞ്ഞ ധർമാശ്രമത്തിൽ സൗഖ്യത്തോടെ അവൾ താമസിച്ചു. ഏവർക്കും പ്രിയപ്പെട്ടവളായവൾ മാറി. തെളിഞ്ഞ ആകാശത്ത് കാർമേഘങ്ങൾ കൂടിച്ചേരുന്നത് പോലെ ചിലരിൽ ചില വർത്തമാനങ്ങൾ ഉയർന്നു. ഇത്രയും നാൾ ഇതെങ്ങനെ സാധ്യമാകും? അതും ഒരു നീച സ്ത്രീ, ഒരു ചണ്ടാല പെണ്ണെ, ഉന്നതകുല ജാതരായവർ താമസിക്കുന്ന ഈ ബുദ്ധാശ്രമത്തിൽ, അതും ഇത്രയും നാൾ നീച ജാതി തന്നെ. ആ ജാതി വർത്തമാനങ്ങൾ നാടാകെ ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു. സങ്കുചിത മനോഭാവമുള്ളവർ ആ ആശ്രമത്തിൽ വന്നു പോയിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ നമുക്കിടയിലുള്ളതുപോലെ. അവളെ ആശ്രമത്തിൽ നിന്നും പുറത്താക്കണം. അന്നും ഇന്നും അറിയേണ്ടത് ഇത് തന്നെ. ജാതി വിവരം നാടുഭരിക്കുന്ന രാജാവിൻ്റെ ചെവിയിലുമെത്തി. പ്രശ്നം പരിഹരിക്കപ്പെടണം. ശരിയാണ്, പ്രശ്നം പരിഹരിക്കപ്പെടണം. രാജാവ് ബുദ്ധൻ രാജാവിനെ ആശ്രമാങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഏവരും സദസ്സിൽ നിരന്നിരുന്നു. പ്രസേനജിത്ത് രാജാവ് മൗനം പൂണ്ടു നിന്നു. ബുദ്ധൻ പറഞ്ഞു, മാതങ്കിയല്ലേ നമ്മുടെ വിഷയം? ജാതി എന്നത് വെറും മിഥ്യയല്ലേ രാജാവേ? രാജാവിനോട് ചോദിച്ച അടുത്ത ചോദ്യം കേട്ടാൽ ഇന്നത്തെ ജാതിക്കോമരങ്ങൾ ഉറഞ്ഞു തുള്ളി ഞാൻ പറയുന്ന കഥ അവസാനിപ്പിച്ചേക്കാം. ഒരു പക്ഷേ എന്റെയും. നെൽച്ചെടിയുടെ ചുവട്ടിൽ മുളയ്ക്കുന്ന കാട്ടുപുല്ലല്ല സാധുപുലയൻ. ഒന്നായി പുലർന്നാൽ അതും പൊൻകതിരിടുന്ന ചെടി തന്നെ. അതിനുദാഹരണം മാതങ്കി തന്നെ. ഇന്നലെ ചെയ്ത അബദ്ധം മൂഢന്മാർ ഇന്നത്തെ ആചാരമാക്കും. നാളത്തെ ശാസ്ത്രം അതായി മാറും. അതിന് സമ്മതം മൂളരുത് രാജാവേ. ആഹാ, എത്ര കൃത്യമായാണ് ബുദ്ധഭിക്ഷുവിലൂടെ ആശാൻ ജാതി വ്യവസ്ഥയെ നിർവീര്യമാക്കിയത്. ജാതി കുടുംബത്തെ പിരിക്കും, ബന്ധങ്ങളെ വിഭജിക്കും, വർഗത്തെ തിരിക്കും, ലോകം മുടിക്കും. അതിന് സമ്മതം മൂളരുത് രാജാവേ. മോഹങ്ങൾ കളഞ്ഞ് ജനങ്ങളോട് പരസ്പരം സ്നേഹിക്കാൻ പറയൂ രാജാവേ. അമ്മയുടെ മാറിലെ ചോരയെ അമ്മിഞ്ഞാക്കുന്നത് സ്നേഹമാണ്. മനുഷ്യന് ജാതിയില്ലെന്ന് ജനങ്ങളോട് പറയൂ രാജാവേ. രാജാവ് ബുദ്ധനെ തൊഴുതു വണങ്ങി. ആ മനസാകെ പെയ്തൊഴിഞ്ഞു, കാർമേഘക്കാടുകൾ പോയി മറഞ്ഞു, ശാന്തി തൻ ചോദ്യങ്ങൾ കൊണ്ടാ മനസ്സിന്റെ ജാതി മതാന്തത വിട്ടൊഴിഞ്ഞു. ഏവരെയും ആശീർവദിച്ച് അകത്തേക്ക് നടന്നു മറഞ്ഞു. ആഹാ, ഇത്ര മനോഹരമായാണ് ചണ്ടാല ഭിക്ഷുകിയിലൂടെ ആശാൻ ജാതി വ്യവസ്ഥയെ നിർവീര്യമാക്കിയത്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ. ശ്രീ കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി. നന്ദി, നമസ്കാരം. ഇനി അനഘ വി ജി ചൊല്ലുന്ന ഒരു സംസ്കൃത പദ്യം കേൾക്കാം. നമസഭായേ. ശ്രീ വേദവ്യാസ വിരചിതാത് ശ്രീമദ് ഭാഗവതാത് ചതുർത്ഥസ്കന്ധഃ. ഭൂയാനനുഗ്രഹ അഹോ ഭവദാകൃതോ മേ ദണ്ഡസ്ത്വയാ മൈധൃതോ യദഭിപ്രലബ്ധ ന ബ്രഹ്മബന്ധുഷു ച വാം ഭഗവന്ന വിജ്ഞാ തുഭ്യം ഹരേശ്ച കുത ഏവ ധൃതവ്രതേഷു വിദ്യാ തപോവ്രതധരാൻ മുഖദ സ്മ വിപ്രാൻ ബ്രഹ്മാത്മതത്വമവിതും പ്രഥമം ത്വവസ്ത്രാക് തദ് ബ്രാഹ്മണാൻ പരമ സർവവിപത്സുപാസി പാലഃ പശൂനിവ വിഭോ പ്രഗൃഹീതദണ്ഡ യോऽസൗ മയാ വിദിത തത്വദൃശാ സഭായാം ക്ഷിപ്തോ ദുരുക്തിവിശിഖൈരഗണയ്യ തന്മാം അർവാക്പദന്തമർഹത്തമനിന്ദയാ പാത് ദൃഷ്ട്യാർദ്രയാ സ ഭഗവാൻ
സ്വകൃതേന തുഷ്യേത്. ശ്യാമോ ഹിരണ്യരശനോർക്കകിരീടജുഷ്ടോ നീലാലകഭ്രമരമണ്ഡിതകുണ്ടലാസ്യ കമ്പബ്ജചക്രശരചാപഗദാസി ചർമ്മ വ്യഗ്രൈർഹിരണ്മയഭുജൈരിവ കർണികാര. വക്ഷസ്യധിശ്രിതവധൂർവനമാല്യുദാരഹാസാവലോകകലയാ രമയംശ്ച വിശ്വം. പാർശ്വഭ്രമദ്വ്യചനചാമരരാജഹംസ ശ്വേതാദപത്രശശിനോപരി രജ്യമാന. ദക്ഷോ ഗൃഹീതാർഹണസാധനോത്തമം യജ്ഞേശ്വരം വിശ്വസൃജാം പരം ഗുരും. സുനന്ദനന്ദാദ്യനുഗൈർവൃതം മുദാ ഗൃണൻ പ്രപേദേ പ്രയതഃ കൃതാഞ്ജലി. ശുദ്ധം സ്വദാമ്യുപരതാഖിലബുദ്ധ്യവസ്തം ചിന്മാത്രമേകമഭയം പ്രതിഷിധ്യമായാം. തിഷ്ഠം സ്തയൈവ പുരുഷത്വമുപേത്യ തസ്യാം ആസ്തേ ഭവാനപരിശുദ്ധ ഇവാത്മതന്ത്ര. തത്വം ന തേ വയമനഞ്ജന രുദ്രശാപാത് കർമ്മണ്യവഗ്രഹധിയോ ഭഗവൻ വിദാമ. ധർമ്മോപലക്ഷണമിദം ത്രിവൃതധ്വരാക്യം ജ്ഞാതം യദർത്ഥമതിദൈവമദോ വ്യവസ്ഥ. യന്മായയാ ഗഹനയാ പഹൃദാത്മബോധ ബ്രഹ്മാദയസ്തനുഭൃതസ്തമസി സ്വപന്ദ. നാത്മൻ ശ്രുതം തവ വിദന്ത്യധുനാപി തത്വം സോയം പ്രസീദതു ഭവാൻ പ്രണതാത്മബന്ധു. നൈതത്സ്വരൂപം ഭവതോऽസൗ പദാർത്ഥഭേദഗ്രഹൈ പുരുഷോ യാവധീക്ഷേത്. ജ്ഞാനസ്യ ചാർത്ഥസ്യ ഗുണസ്യ ചാശ്രയോ മായാമയാദ് വ്യതിരിക്തോ യതസ്ത്വം. നൈതത്സ്വരൂപം ഭവതോऽസൗ പദാർത്ഥഭേദഗ്രഹൈ പുരുഷോ യാവധീക്ഷേത്. ജ്ഞാനസ്യ ചാർത്ഥസ്യ ഗുണസ്യ ചാശ്രയോ മായാമയാദ് വ്യതിരിക്തോ യതസ്ത്വം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് എറണാകുളം ഗവൺമെൻറ് UPS ഫോർ ഗേൾസിലെ കൂട്ടുകാരാണ്. പരിപാടി നിങ്ങൾക്കിഷ്ടമായോ? തീർച്ചയായും അഭിപ്രായങ്ങൾ അറിയിക്കണം. വിലാസം: വിടരുന്ന മുട്ടുകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. എല്ലാ കൂട്ടുകാർക്കും ക്ഷേമാശംസകൾ. നിർവഹണം ലൗലി. സഹായം അംബിക ഷിബു.